Dear students, in the previous class, we were discussing about woman entrepreneur, meaning of woman entrepreneur, function of woman entrepreneur, etc. Today, we are talking about problems or challenges faced by woman entrepreneur and what are the solution of these problems. Firstly, the problems or challenges faced by woman entrepreneur. It is said that women have inherent difficulties and incapacities. The society we live in is also responsible for the state of affairs. അല്ലേ, ഒരു സ്ത്രീകൾ ഇൻഹറൻ്റ് ആയിട്ട് കുറച്ച് ഡിഫിക്കൽട്ടി ഉള്ളവരാണ് അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി ഉള്ളവരാണ് എന്നാണ് സൊസൈറ്റിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അതേപോലെ തന്നെ സ്ത്രീകളെ എല്ലാവരും അബല എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. അതിന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഈ സ്ത്രീകൾ എപ്പോഴും ഒരു ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഡിപ്പെൻഡൻസി കാരണം അല്ലെങ്കിൽ ഈ ഒരു ഇൻകേപ്പബിലിറ്റി കാരണം, ഡിഫിക്കൽട്ടീസ് കാരണം ഒരുപാട് പ്രോബ്ലംസ് അല്ലെങ്കിൽ ചലഞ്ചസ് വുമൻ എൻ്റർപ്രണർ ഫേസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്. According to Ruza, man is born free, but everywhere he is in chains. This is more applicable to women than men. എന്താണ് ഒരു റൂസയുടെ അഭിപ്രായത്തിൽ എന്താണ്, മനുഷ്യർ ജനിക്കുന്നത് ഫ്രീ ആയിട്ടാണ്, പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കോട്ട്, റൂസയുടെ ഈ കോട്ട് ഏറ്റവും അപ്ലിക്കബിൾ ആയിട്ടുള്ളത് മെന്നിനേക്കാൾ കൂടുതൽ വുമണിനാണെന്നാണ് പറയുന്നത്. A woman is born free, but everywhere she is in chain. Joint family setup has almost vanished. This is the age of nuclear families. The basic duty of women, namely looking after children and households, has been the main obstacles. ഫാമിലി റെസ്പോൺസിബിലിറ്റിയാണ് ഒരു വുമൺ എൻ്റർപ്രണർ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത്. ചിൽഡ്രൻസിനെ നോക്കുക, അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കുക, ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് എൻഗേജ്ഡ് ആവുക, അങ്ങനെയുള്ള ഒരുപാട് ഫാമിലി റെസ്പോൺസിബിലിറ്റി ഉള്ള വ്യക്തിയാണ് വുമൺ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. മെനി എഫിഷ്യൻ്റ് ആൻഡ് മോട്ടിവേറ്റഡ് വുമൺ കുഡ് നോട്ട് എൻ്റർ ദ ഫീൽഡ് ഓഫ് എൻ്റർപ്രണർഷിപ്പ് ഡ്യൂ ടു ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്. The second one is attitude of society. Another obstacle is the attitude of society in which we live. Men in society dominate the business world and they won't allow female member to start their venture. The reputation of the family, sense of prestige, etc. come to the forefront. എന്താണ്, സൊസൈറ്റിയിൽ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് മെന്നാണ്. അവരൊരിക്കലും ഈ ഒരു വുമണിനെ ഈ ഒരു ബിസിനസ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. ദെൻ അതാണ് ഒരു സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, എക്സ്പെക്റ്റേഷൻ ഓഫ് സൊസൈറ്റി. ദ ഫാമിലി എക്സ്പെക്ട്സ് എ വുമൺ ടു ബി ഗുഡ് ആൻഡ് നോട്ട് സക്സസ്ഫുൾ, ഗുഡ് വൈഫ്, ഗുഡ് മദർ, ഗുഡ് ഡോട്ടർ, ഗുഡ് സിസ്റ്റർ ആൻഡ് നെവർ എ ഗുഡ് ഓൺട്രപ്രണർ. എപ്പോഴും സൊസൈറ്റിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ്. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണറായിട്ട് ഒരിക്കലും വുമണിനെ അംഗീകരിക്കാൻ ആര് തയ്യാറല്ല, സൊസൈറ്റി തയ്യാറല്ല. ദെൻ ഫോർത്ത് വൺ, ലോ എക്സ്പോഷർ ടു ബിസിനസ് ഫീൽഡ്. യൂഷ്വലി father who is in business line will discuss business matters with the sons only. Low exposure to business and lack of experience in another difficulty. എന്താണ്, ഒരു ഫാമിലിയിൽ ഒരു ബിസിനസ് ആയിട്ടുള്ള ഒരു അച്ഛൻ ബിസിനസ്സുകാരനാണെങ്കിൽ ബിസിനസ് കാര്യങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ആ ഫാമിലിയിലെ സണ്ണിനോടായിരിക്കും. അതേസമയം ഡോട്ടർ ഉണ്ടെങ്കിൽ പോലും ആ മകളോട് അധികം എന്ത് ചെയ്യാറില്ല, ഡിസ്കസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വുമണിന് ബിസിനസ് ഫീൽഡിനെ കുറിച്ച് അധികം എക്സ്പോഷർ കിട്ടാറില്ല എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഫിയർ ഓഫ് ഫെയിലിയർ. Fear of failure is natural for all men and women, but this fear is more in women. It creates no motivation in them. അല്ലേ, തോൽക്കുമോ എന്നുള്ളൊരു ഭയം മെന്നിനേക്കാൾ കൂടുതൽ ആർക്കാണ്, വുമണിനാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഫിയർ ഓഫ് സക്സസ്. Fear of success is a special feature in women. If they are becoming successful in business, they will have to neglect family and children, which women by nature do not like. Many ladies
clerical staff members of banks are not prepared to write promotion tests due to the fear of transfer once promotion is obtained. They are comfortable as clerk in the same place. എന്താണ് സക്സസ് ആവുമോ എന്നുള്ളൊരു പേടി, ആ ഒരു പേടി ആർക്കുണ്ട്? വുമണിനുണ്ട് എന്നുള്ളതാണ്. ഈ അതായത് സക്സസ് ആയിക്കഴിഞ്ഞാൽ ഫാമിലിയെ നെഗ്ലക്റ്റ് ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ ചിൽഡ്രൻസിനെ നെഗ്ലക്റ്റ് ചെയ്യേണ്ടി വരുമോ, അങ്ങനെയുള്ളൊരു പേടി ആർക്കുണ്ട്? വുമൺ എൻ്റർപ്രണർക്ക് ഉണ്ട്, അല്ലെങ്കിൽ വുമണിനുണ്ട് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഡിഫിക്കൽട്ടി ഓഫ് പ്രൊക്വയർമെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ്. Procurement of raw material and marketing of finished goods would be more attractive if middlemen are avoided. അല്ലേ, മിഡിൽമാൻ ഇല്ലാതെ വരുമ്പോഴാണ് ഈ റോ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ മാർക്കറ്റിംഗ് ഒക്കെ കൂടുതൽ എന്താവുന്നത്? ബെനിഫിഷ്യൽ ആവുന്നത് ഒരു മാർക്കറ്ററെ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം. ആസ് എ വുമൺ ഷീ പ്രിഫർ ടു ഗെറ്റ് ദ ഹെൽപ്പ് ഓഫ് മിഡിൽ മാൻ ടു ഡു ദിസ്. പക്ഷെ ഒരു സ്ത്രീ ആവുമ്പോൾ അവർക്ക് ആരുടെ ഹെൽപ്പ് വേണം? ഒരു മിഡിൽ മാൻ്റെ ഹെൽപ്പ് വേണം. ദെൻ ഷീ വിൽ ഹാവ് ടു സ്പെയർ എ ലോട്ട് ഓഫ് പ്രോഫിറ്റ് ടു ദി ഇൻ്റർമീഡിയറീസ്. ഇൻ്റർമീഡിയറിയും കൂടി എന്ത് ഷെയർ ചെയ്യേണ്ടി വരുന്നു? പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടി വരും. ദെൻ നെക്സ്റ്റ് വൺ, ഡിഫിക്കൽട്ടി ഫോർ റൈസിങ് ഫണ്ട്. In a male-dominated social setup, landed properties are usually in the name of male members. അല്ലേ, ഏതൊരു കുടുംബത്തിലെയും സ്വത്തിൻ്റെ അവകാശം ആരുടെ പേരിലായിരിക്കും? മെയിൽ മെമ്പേഴ്സിൻ്റെ പേരിലായിരിക്കും. ടു ഗെറ്റ് ലോൺ ആൻഡ് അഡ്വാൻസസ് ഫ്രം ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, കൊളാട്രൽ സെക്യൂരിറ്റീസ് കനോട്ട് ബി ഗിവൺ ബൈ വുമൺ. ഒരു ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വുമണിന് കൊടുക്കാൻ എന്തുണ്ടായിരിക്കില്ല? ഒരു കൊളാട്രൽ സെക്യൂരിറ്റി ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ വുമൺ എൻ്റർപ്രണർ ഫേസ് ചെയ്യുന്ന വേറൊരു പ്രോബ്ലം ആണ് ഇങ്ങനെ മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ എന്ത് റേസ് ചെയ്യുക? ലോൺ റേസ് ചെയ്യുക എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, എസ്പെഷ്യലി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. In India, the literacy among the women is around 20% only. Because of male domination in society, a woman is discouraged from learning more. Even though she is educated, she may not have technical and business qualification. ഇനി എഡ്യൂക്കേഷൻ ഇല്ല എന്നുള്ളതൊരു പ്രോബ്ലം. ഇനി എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ അതെന്തായിരിക്കില്ല? ഒരു ടെക്നിക്കൽ ആൻഡ് ബിസിനസ് ക്വാളിഫിക്കേഷൻ ഇല്ല എന്നാണ് പറയുന്നത്. Then next one, low desire for achievement. For success in business, desire for achievement is very important. The mantra must be I can, I can. Generally, women depend upon her father, husband or son to get things done for her. അല്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം നടത്തിയെടുക്കണമെങ്കിൽ സ്ത്രീകൾ എപ്പോഴും ഹസ്ബൻഡിനെ അല്ലെങ്കിൽ ഫാദറിനെ, സണ്ണിനെയൊക്കെ എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ സ്ത്രീകൾക്ക് അച്ചീവ്മെൻറ്റിൻ്റെ ഡിസയർ എന്ന് പറയുന്നത് എന്താണ്? വളരെ കുറവാണെന്നുള്ളതാണ്. ലാസ്റ്റ് വൺ, ലോ മൊബിലിറ്റി. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹാൻഡിക്യാപ്പ് for woman entrepreneur is her inability to move from one place to another for business purpose. If she is frequently moving around, society will look at her with suspicion. അല്ലേ, ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ബിസിനസ് ആവശ്യത്തിന് പോകാനുള്ള ബുദ്ധിമുട്ട്. ഇനി അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് പോയാൽ തന്നെ സൊസൈറ്റി അതിനൊരു സംശയത്തോടെ മാത്രമേ നോക്കിക്കാണുന്നുള്ളൂ എന്നുള്ളത്. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഫേസ്ഡ് ബൈ വുമൺ എൻ്റർപ്രണർ ഇൻ India or Kerala. Then important ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പ്രോബ്ലംസ് ഓർ ചലഞ്ചസ് ഫേസ്ഡ് ബൈ വുമൺ ഓൺട്രപ്രണർ. ദെൻ എന്തൊക്കെയാണ് സൊല്യൂഷൻ ടു ദി പ്രോബ്ലംസ് ഓഫ് വുമൺ ഓൺട്രപ്രണർ? ഇങ്ങനെ ഫേസ് ചെയ്യുന്ന ഈ പ്രോബ്ലംസ് ഒഴിവാക്കാനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. സം സൊല്യൂഷൻസ് ആർ, ഫസ്റ്റ് വൺ, സ്പെഷ്യൽ സെൽസ് എക്സ്ക്ലൂസീവ്ലി ഫോർ വുമൺ മേ ബി ഓപ്പൺഡ് to provide instant finance to women entrepreneurs in banks and financial institution. അതായത് ബാങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും സ്ത്രീകൾക്ക് പെട്ടെന്ന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ സെല്ലുകൾ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ. സെക്കൻഡ് വൺ, ഫിനാൻസ് ടു ബി മെയ്ഡ് അവൈലബിൾ അറ്റ് എ കൺസെഷണൽ റേറ്റ്. To give a better edge to women entrepreneurs, loans and advances must be made available at reduced rate of interest. അല്ലേ, ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഒക്കെ കൺസെഷണൽ റേറ്റിൽ, റെഡ്യൂസ്ഡ് റേറ്റിൽ ആർക്ക് പ്രൊവൈഡ് ചെയ്യുക? വുമൺ എൻ്റർപ്രണർക്ക് പ്രൊവൈഡ് ചെയ്യുക.
ദെൻ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ അല്ലേ, പ്രൊക്വയർമെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽ വുമൺ എൻ്റർപ്രണർ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി റോ മെറ്റീരിയൽ മസ്റ്റ് ബി ഗീവൺ ടു വുമൺ എൻ്റർപ്രണേഴ്സ് ഓൺ എ പ്രിഫറൻഷ്യൽ ബേസിസ് അറ്റ് എ മിനിമം പ്രൈസ്. റോ മെറ്റീരിയൽ ഒരു സപ്ലൈ ചെയ്യുന്നിടത്ത് വുമണിന് ഒരു പ്രിഫറൻസ് കൊടുക്കുകയും അവർക്ക് ലോ പ്രൈസിൽ അല്ലെങ്കിൽ മിനിമം പ്രൈസിൽ അത് സപ്ലൈ ചെയ്യുകയും ചെയ്യുക. ദെൻ കോപ്പറേറ്റീവ് വുമൺ മാർക്കറ്റിംഗ് സൊസൈറ്റി in order to overcome the role of middleman in marketing of finished goods produced by women entrepreneurs, cooperative marketing society mean for marketing of goods may be organized and given enough പബ്ലിസിറ്റി. അതേപോലെ നമ്മൾ പറഞ്ഞു, ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് മാർക്കറ്റ് ചെയ്യുമ്പോൾ വുമൺ എൻ്റർപ്രണേഴ്സ് ഓൾവേസ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇൻ്റർമീഡിയറീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, മിഡിൽ മാനിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു മിഡിൽ മാനിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുക? കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് എന്ത് ചെയ്യുക? എസ്റ്റാബ്ലിഷ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ മാർക്കറ്റിംഗ് ദ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ വുമൺ അല്ലേ. അതിലൂടെ ആ ഒരു മിഡിൽ മാനിനെ എന്ത് ചെയ്യാൻ സാധിക്കും? എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ക്യാമ്പയിൻ ഫോർ ചേഞ്ച് ഇൻ ദ സോഷ്യൽ സെറ്റപ്പ്. നമ്മൾ സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞല്ലേ. ദ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സൊസൈറ്റി ടുവേർഡ്സ് വുമൺ ഷുഡ് ബി ചേഞ്ച്ഡ് ത്രൂ ക്യാമ്പയിൻസ്. പല പല ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് ഈ ഒരു വുമൺ എൻ്റർപ്രണറുള്ള സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡിൽ എന്ത് വരുത്തുക? ചേഞ്ച് വരുത്തുക. ദെൻ ട്രെയിനിങ് ഫോർ വുമൺ എൻ്റർപ്രണേഴ്സ്. ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം പറഞ്ഞാൽ ലാക്ക് ഓഫ് ട്രെയിനിങ് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ളതായിരുന്നു. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ത്രൂ പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് മോട്ടിവേഷൻ ദ എൻ്റർപ്രണോറിയൽ സ്കിൽ എമംഗ് വുമൺ മേ ബി കിൻഡിൽഡ് അല്ലേ. നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും മോട്ടിവേഷനും കൊടുത്തുകൊണ്ട് എൻ്റർപ്രണർഷിപ്പ് സ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ദെൻ സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ്റ്സ്. Both central and state government should give encouragement for women entrepreneurship. അല്ലേ, വുമൺ എൻ്റർപ്രണർഷിപ്പിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും എന്ത് കൊടുക്കുക? സപ്പോർട്ട് കൊടുക്കുക. എ സർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് കോട്ട മസ്റ്റ് ബി ഫിക്സഡ് ഫോർ വുമൺ എൻ്റർപ്രണേഴ്സ്. എൻ്റർപ്രണേഴ്സിനുള്ള ഒരു കോട്ട ഉണ്ടല്ലോ, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിലൊരു സർട്ടൈൻ പെർസെൻറ്റേജ് ആർക്ക് വേണ്ടി റിസർവ് ചെയ്യാം? വുമൺ എൻ്റർപ്രണേഴ്സിന് വേണ്ടി റിസർവ് ചെയ്യാം. നമ്മൾ പറഞ്ഞു ക്യാമ്പയിൻ ഫോർ ചേഞ്ചിങ് ദി സോഷ്യൽ സെറ്റപ്പ് എന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡിലും ചേഞ്ച് വരുത്തണം. അപ്പോൾ ദീസ് ആർ ദി ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ടു ഓവർകം ദി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വുമൺ എൻ്റർപ്രണേഴ്സ്. ദെൻ ഫേവറബിൾ ഫാക്ടേഴ്സ് ഫോർ ദി ഗ്രോത്ത് ഓഫ് വുമൺ എൻ്റർപ്രണർഷിപ്പ് ഇൻ കേരള. നമ്മുടെ കേരളത്തിലെ വുമൺ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവാനുള്ള ഫേവറബിൾ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ഫേവറബിൾ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഹൈ ലിറ്ററസി എമംഗ് വുമൺ. കോൺട്രാസ്റ്റ് ടു ദി ലിറ്ററസി പെർസെൻറ്റേജ് ഓഫ് അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, കേരള ഹാസ് എ ഹയർ ലിറ്ററസി റേറ്റ് ഫോർ വുമൺ. മറ്റുള്ള സ്റ്റേറ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ സ്ത്രീകളുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആണ്, എഡ്യൂക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഒരു ഫേവറബിൾ ഫാക്ടർ. നെക്സ്റ്റ് വൺ, വുമൺ എമാൻസിപ്പേഷൻ മൂവ്മെൻറ്റ്സ്. താങ്ക്സ് ടു ദി ഹയർ ലിറ്ററസി റേറ്റ്, വുമൺ എമാൻസിപ്പേഷൻ മൂവ്മെൻറ്റ്സ് ഈസ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ മൊമെൻറ്റം അല്ലേ. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഇംപ്ലിമെൻറ്റ് ചെയ്ത സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. ദെൻ ഡിസയർ ഓഫ് വുമൺ ഫോർ സോഷ്യൽ സ്റ്റാറ്റസ്. Another complementary aspects of higher literacy rate is the desire among women to attain higher social status. എന്താണ്? സ്ത്രീകൾക്ക്, കേരളത്തിലെ സ്ത്രീകൾക്ക് എസ്പെഷ്യലി നല്ല സോഷ്യൽ സ്റ്റാറ്റസ് അറ്റൈൻ ചെയ്യണമെന്നുള്ള ഡിസയറുണ്ട്. ആ ഡിസയർ ഉള്ളത് കൊണ്ട് തന്നെ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടർ എവിടെ ഉണ്ടെന്ന് പറയാം? കേരളത്തിൽ ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകളുടെ ഇടയിലുണ്ടെന്ന് പറയാം. Then lack of employment opportunity. Self-employment is considered the only panacea for unemployment. More and more women turn to enterprise of their own. അല്ലേ, എല്ലാവർക്കും എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ ആർക്ക് പറ്റുന്നില്ല? ഗവൺമെൻറ്റിന് പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ കേരളം ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലമാണ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? എൻ്റർപ്രണർഷിപ്പിലേക്ക് ലീഡ് ചെയ്യുന്നു. സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് ക്രഷസ്, പ്ലേ സ്കൂൾസ്, കിൻഡർ ഗാർഡൻ,
nurseries, etc. Women are very comfortable nowadays thanks to the above mentioned facilities, and they are free from the botheration of looking after children. ദെൻ അടുത്തൊരു ഫേവറബിൾ കണ്ടീഷനാണ്, നമ്മൾ പ്രോബ്ലം പറഞ്ഞിരുന്നു ഫാമിലി റെസ്പോൺസിബിലിറ്റി അല്ലേ. സ്ത്രീകളുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയാണ് കുട്ടികളെ നോക്കുക എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പ്ലേ സ്കൂള്, ക്രഷസ്, കിൻഡർ ഗാർഡൻ അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ഡേ ടൈമിൽ സ്ത്രീകൾക്ക് ഈ കുട്ടികളെ എവിടെ ഏൽപ്പിക്കാവുന്നതാണ്? ഈ പ്ലേ സ്കൂളിൽ, കിൻഡർ ഗാർഡനിലൊക്കെ ഏൽപ്പിച്ചിട്ട് അവർക്ക് ഏതിൽ എൻഗേജ്ഡ് ആകാവുന്നതാണ്? ബിസിനസ് ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആകാവുന്നതാണ്. ദെൻ small family concept getting acceptance, all over moving towards small family concepts അല്ലേ. nowadays നമ്മളെല്ലാവരും ജോയിൻറ്റ് ഫാമിലിയിൽ നിന്ന് മാറി ഏതിലേക്ക് വന്നു? ന്യൂക്ലിയർ ഫാമിലി അല്ലെങ്കിൽ സ്മോൾ ഫാമിലി സെറ്റപ്പിലേക്ക് വന്നു. അപ്പോൾ അവിടെ ആസ് കമ്പയർഡ് ടു ജോയിൻറ്റ് ഫാമിലി വുമൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? കുറവാണ്, ഫാമിലി മെമ്പേഴ്സ് കുറവാണല്ലോ. ദെൻ ആക്റ്റീവ് പ്രസൻസ് ഓഫ് കുടുംബശ്രീ, Stree Shakti, etc. Nowadays, in every nook and corner, Kudumbashree unit, Stree Shakti, Mahila Samajam, etc. are coming up, giving encouragement for women entrepreneurship. അല്ലേ, വുമൺ എൻ്റർപ്രണർഷിപ്പിന് ഒരു എൻകറേജ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി, സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഓരോ മുക്കിലും മൂലയിലും എന്തുണ്ട്? കുടുംബശ്രീ, സ്ത്രീ ശക്തി, അതേപോലെ മഹിളാ സമാജം, അങ്ങനെയുള്ള പല പല പ്രോഗ്രാമുകൾ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ക്യാപിറ്റൽ മൊബിലൈസേഷൻ ബൈ ഡിസ്പോസിങ് ഓഫ് ഓർ പ്ലഡ്ജിങ് ഗോൾഡ് ഓർണമെൻറ്റ്സ്. ഒരു പ്രോബ്ലം നമ്മൾ പറഞ്ഞിരുന്നു, ഡിഫിക്കൽട്ടി ഓഫ് റേസിങ് ഫണ്ട് അല്ലേ. ലാൻഡൊക്കെ മെന്നിൻ്റെ പേരിലായതുകൊണ്ട് തന്നെ ഒരു കൊളാട്രൽ സെക്യൂരിറ്റി കൊടുക്കാനില്ല, അതുകൊണ്ട് എമൗണ്ട് റേസ് ചെയ്യാൻ, ഫണ്ട് റേസ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞു. അതിനുള്ളൊരു സൊല്യൂഷനാണ് ഈ പറയുന്നത്. എവരി വുമൺ ഈസ് സപ്പോസ്ഡ് ടു ഹാവ് എ റീസണബിളി ഗുഡ് നമ്പർ ഓഫ് ഗോൾഡ് ഓർണമെൻറ്റ്സ്. എസ്പെഷ്യലി കേരളത്തിലെ സ്ത്രീകളുടെ അടുത്തും മിക്കവരുടെ അടുത്തും ഒരുപാട് ഗോൾഡ് ഓർണമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ദ സ്പർട്ട് ഇൻ ഗോൾഡ് പ്രൈസ് എനേബിൾ ദം ടു മൊബിലൈസ് ക്യാപിറ്റൽ ടു സെറ്റപ്പ് ബിസിനസ് യൂണിറ്റ്സ് അല്ലേ. ഈ ഒരു ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഡേ ടു ഡേ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗോൾഡ് പ്ലഡ്ജ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രൈസ് എമൗണ്ട് ആർക്ക് റേസ് ചെയ്യാൻ സാധിക്കും? സ്ത്രീകൾക്ക് റേസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ലാസ്റ്റ്ലി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗിവൺ ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് government. The main reason for the growth of women entrepreneurship in Kerala is due to the assistance given by central as well as state government. അല്ലേ, സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അവരെ എംപവർ ചെയ്യാൻ വേണ്ടി ഒരുപാട് സപ്പോർട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് ഓഫ് കേരള ഈസ് കമ്മിറ്റഡ് ടു ദി ഗ്രോത്ത് ഓഫ് വുമൺ എൻ്റർപ്രണർഷിപ്പ് ഇൻ ദ ഫോളോവിങ് മെഷേഴ്സ്. കുറച്ച് മെഷേഴ്സ് പറയുന്നുണ്ട്. അസിസ്റ്റ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് പ്രോജക്ട് റിപ്പോർട്ട് ബൈ സെറ്റിംഗ് അപ്പ് കിറ്റ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ത്രൂ ഏജൻസീസ് ലൈക്ക് കിറ്റ്കോ, സിസി, DIC, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സ്, അതിലൂടെയൊക്കെ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഗീവ് സബ്സിഡി ഫോർ ദി കോസ്റ്റ് ഓഫ് മെഷീനറി, ബിൽഡിംഗ് എക്സെട്ര, സബ്സിഡികൾ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ മീറ്റ് ട്രെയിനിങ് ആൻഡ് ഹയറിംഗ് ചാർജസ് ഓഫ് മാനേജ്മെൻറ്റ് പേഴ്സൺ. വുമൺ എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ വുമൺ എൻ്റർപ്രണർ നടത്തുന്ന ഓർഗനൈസേഷനിലെ ട്രെയിനിങ് ചാർജസ്, അതേപോലെ ഹയറിംഗ് ചാർജസ് ഒക്കെ ആര് മീറ്റ് ചെയ്യുന്നു? ഗവൺമെൻറ് മീറ്റ് ചെയ്യുന്നു. ഗീവ് ടാക്സ് ഹോളിഡേ ഫോർ 6 years, 6 വർഷത്തേക്ക് ടാക്സ് ഹോളിഡേ അല്ലേ, ടാക്സ് കൊടുക്കണ്ട എന്നുള്ളൊരു ഓപ്ഷൻ ആർക്ക് കൊടുക്കുന്നുണ്ട്? വുമൺ എൻ്റർപ്രണർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സപ്പോർട്ട് കേരള ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ആർക്ക് കൊടുക്കുന്നുണ്ട്? വുമൺ എൻ്റർപ്രണറിന് കൊടുക്കുന്നുണ്ട്. ദീസ് ആർ ദി ഫേവറബിൾ ഫാക്ടേഴ്സ് ഫോർ ദി ഗ്രോത്ത് ഓഫ് വുമൺ എൻ്റർപ്രണർഷിപ്പ് ഇൻ കേരള. അതിൽ പറയേണ്ട ഒരു ടേമാണ് ഭാരതീയ മഹിളാ ബാങ്ക്. RBI has given the approval to set up the country's first all-woman bank. all-woman ബാങ്ക് ആണ് ഭാരതീയ മഹിളാ ബാങ്ക് എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇത് സെറ്റപ്പ് ചെയ്യാനുള്ള നേതൃത്വം നൽകിയിരിക്കുന്നത്. ദ ഗവൺമെൻറ് വിൽ ഇനീഷ്യലി പമ്പ് ഇൻ 1000 crore ആസ് എ പെയ്ഡ് ക്യാപിറ്റൽ ഓഫ് ദി ബാങ്ക്. ഈ ബാങ്കിൻ്റെ പെയ്ഡ് ക്യാപിറ്റലായിട്ട് ഗവൺമെൻറ് 1000 crore എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്.
The All India Women Bank name Bharatiya Mahila Bank will lend money mostly to the women and women-run business besides providing support to women self-help group. സെൽഫ് ഗ്രൂപ്പിന് സപ്പോർട്ട് കൊടുക്കുന്നതിനൊപ്പം തന്നെ സ്ത്രീകൾ റൺ ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷന് എന്ത് കൊടുക്കുന്നുണ്ട്? സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ദിസ് ബാങ്ക് വിൽ പ്രീഡോമിനൻ്റ്ലി എംപ്ലോയി വുമൺ ആൻഡ് ടേക്ക് ഡിപ്പോസിറ്റ് ബോത്ത് ഫ്രം മെൻ ആൻഡ് വുമൺ. സ്ത്രീകൾക്കാണ് കൂടുതൽ ജോലി കൊടുക്കുന്നത് ഈ സ്ഥാപനത്തിൽ. പക്ഷേ സ്ത്രീകളുടെ അടുത്തു നിന്നും പുരുഷന്മാരുടെ അടുത്തു നിന്നും എന്ത് റേസ് ചെയ്യുന്നുണ്ട്? ഡിപ്പോസിറ്റ് റേസ് ചെയ്യുന്നുണ്ട്. ഭാരതീയ മഹിളാ ബാങ്ക് ഫൗണ്ടഡ് ഇൻ 2013 ഹാവിങ് മോർ ദാൻ 60 ബ്രാഞ്ചസ്. 60ഓളം ബ്രാഞ്ചസോടുകൂടി ഭാരതീയ മഹിളാ ബാങ്ക് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 2013 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ബാങ്ക് എന്തിനു വേണ്ടിയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? വുമൺ എൻ്റർപ്രണറെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് RBI കൊണ്ടുവന്ന ഒരു ഇനീഷ്യേറ്റീവാണ് ഭാരതീയ മഹിളാ ബാങ്ക്. Okay, this is all about woman entrepreneur and a problem faced by woman entrepreneur. What are the solutions of the problem faced by woman entrepreneur? Then favorable factors of woman entrepreneur in Kerala, and finally Bharatiya Mahila Bank. Okay, thank you.